السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സമ്മാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അതവന്റെ സമ്പത്തിനേക്കാളും
അവന്റെ സന്താനങ്ങളെക്കാളും അധികാരത്തെക്കാളും ഒക്കെ വലിയ ഒരു വിശാലമായ ഏറ്റവും ഖൈറായ ഒരു സമ്മാനം എന്നുള്ളത് അത് ക്ഷമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിന അസ്സബ്ർ. ക്ഷമയേക്കാൾ സബറിനേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു സമ്മാനം ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അത് ക്ഷമയാണ്. കാരണം ക്ഷമയുള്ളവൻ ഏത് സാഹചര്യങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും എങ്ങനത്തെ പരീക്ഷണങ്ങളിലും വന്നാലും അവൻ ആ പരീക്ഷണങ്ങളിൽ നല്ല സമാധാനത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ, അതേപോലെ നല്ല ധൈര്യത്തോട് ആ സാഹചര്യങ്ങളെ നേരിടാൻ അവനക്ക് സാധിക്കുമെന്നുള്ളത്. അതുമാത്രമല്ല, ക്ഷമയുള്ള ആളുകൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങൾ കൊണ്ടും മരണം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും നഷ്ടങ്ങൾ കൊണ്ടും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞത് വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമയുള്ള ആളുകൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ലോകത്തും നാളെ പരലോകത്തും സന്തോഷ വാർത്ത ഉള്ളത് സ്വാബിരീങ്ങളായ ആളുകൾക്കാണ്. അതുമാത്രമല്ല, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാബിരീങ്ങളുടെ ക്ഷമശീലരുടെ കൂടെയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക്, സബർ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലം പരിപൂർണമായി കണക്ക് നോക്കാതെ അവർക്ക് നൽകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം വലിയ സമ്മാനമായ നാളെ പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. എന്നാൽ ആ ക്ഷമ പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? ക്ഷമ, സബർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്നുള്ളത് പിടിച്ചു വെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ശറഈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള 3 വിഷയങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നമ്മൾ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ക്ഷമ എന്നുള്ളത്. ഒരു മുസ്ലിം നിർബന്ധമായും അവന്റെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കേണ്ട സന്ദർഭങ്ങളാണ് 3 സന്ദർഭങ്ങൾ. ഒന്നാമത്തത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അത് പാലിക്കുന്നതിൽ, അത് നിർവഹിക്കുന്നതിൽ, അത് അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു വെക്കണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ അത് ചെയ്യുന്ന വിഷയത്തിൽ ക്ഷമ ആവശ്യമാണ്. ഒരാൾക്ക് രാവിലെ എണീച്ച് സുബൈക്ക് ഫജ്റിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി എണീക്കാൻ ഉളുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാൻ വലിയ ക്ഷമ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അവനക്ക് ക്ഷമ ആവശ്യമാണ്. അതേപോലെ നോമ്പ് പിടിക്കുന്ന വിഷയത്തിൽ രാവിലെ വൈകുന്നേരം മഗ്രിബ് വരെ ഒന്നും കഴിക്കാതെ കുടിക്കാതെ ക്ഷമിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതേപോലെ ഹജ്ജിന് വേണ്ടി പോകാനും സമ്പത്ത് ചെലവഴിച്ച് സമയം ചെലവഴിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് ഹജ്ജ് ചെയ്യണം, അതിനും ക്ഷമ ആവശ്യമാണ്. അതേപോലെ മറ്റുള്ള എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, ഇൽമു നേടുന്ന വിഷയത്തിൽ, ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ളാക്കുന്ന വിഷയത്തിൽ അതിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും ക്ഷമ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് അനുസരിക്കുന്ന വിഷയത്തിലുള്ള നമ്മുടെ മനസ്സിനെ പിടിച്ചുവെക്കലും നമ്മുടെ ശരീരത്തെ പിടിച്ചുവെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമെന്നുള്ളത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് വാർദ്ധക്യം എത്തിയിട്ടും കുട്ടികളില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകുകയാണ്. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല കളിക്കുന്ന, അതേപോലെ ഉപ്പയോടൊപ്പം നടക്കുന്ന ആ ഒരു പ്രായമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൽപ്പിക്കുകയാണ് തന്റെ മകനെ അറുക്കണമെന്ന്. ഉടനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽപ്പന സ്വീകരിച്ചു. അങ്ങനെ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഈ കാര്യം പറയുകയാണ്.
അതേ സന്ദർഭത്തിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോട് പറയുന്ന കാര്യമുണ്ട്, ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ, ഓ എൻ്റെ ബാപ്പ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമയുള്ള ആളുകളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കണ്ടെത്താമെന്ന് മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ ക്ഷമ സ്വീകരിച്ച രണ്ട് മഹാൻ പ്രവാചകന്മാരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ വിഷയത്തിൽ അവർ നമുക്ക് മാതൃകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യുന്നതിൽ നിർബന്ധമായും നമുക്ക് ക്ഷമ വേണം. അതേപോലെ രണ്ടാമത്തെ സാഹചര്യം എന്നുള്ളത് തിന്മകളിൽ നിന്ന് ശരീരത്തെ പിടിച്ചു വെക്കുവാനുള്ള ക്ഷമ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത എന്നാൽ നമ്മുടെ മനസ്സ് കൊതിക്കുന്ന, നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഹറാമുകൾ, വ്യഭിചാരം, കണ്ടുകൊണ്ടുള്ള വ്യഭിചാരം, അങ്ങനെ തുടങ്ങി കച്ചവടത്തിലുള്ള ഹറാമായ കച്ചവടം, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആ ഒരു സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ ഒരു സൗന്ദര്യമുള്ള നല്ല അധികാരമുള്ള റാണി അദ്ദേഹത്തെ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഖാല മഅദല്ലാഹ്, ഞാനിതാ അല്ലാഹുവിനോട് ശരണം ചോദിക്കുന്നു. റാണി പറഞ്ഞു, നീ വ്യഭിചാരത്തിന് എന്നോട് കൂട്ടുകൂടിയിട്ടില്ല എങ്കിൽ നിന്നെ ജയിലിലേക്ക് ഇടുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ, ആ വ്യഭിചാരത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്ന, ആ വ്യഭിചാരത്തിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ആ ജയിലിൽ കഴിയുകയാണ് എന്ന് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പിടിച്ചു വെക്കുക, അതിനുള്ള ക്ഷമ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളായി നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ, പ്രയാസങ്ങൾ, ഈ സന്ദർഭത്തിലൊക്കെ അല്ലാഹുവിന്റെ വിധിയിലുള്ള, അത് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. രോഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, അതേപോലെ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും, കച്ചവടത്തിൽ നഷ്ടം, ഇങ്ങനെ തുടങ്ങി പല രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ ക്ഷമിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹുവിന്റെ പ്രവാചകനായ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകനാണ് മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കുകയാണ്. 18 വർഷകാലം അദ്ദേഹം ആ രോഗം അനുഭവിച്ച് ഇങ്ങനെ കഴിയുകയാണ്. അദ്ദേഹം അവസാനം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി. പക്ഷേ ആ 18 വർഷക്കാലവും അദ്ദേഹം ക്ഷമിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഇന്നാ വജദ്നാഹു സ്വാബിറൻ, അദ്ദേഹത്തിനെ ഞാൻ കണ്ടെത്തിയത് നല്ല ക്ഷമയുള്ള സബറുള്ള ആളായിക്കൊണ്ടാണ്. നിഅമൽ അബ്ദു, എത്ര നല്ല അടിമയാണ്. ഇന്നഹു അവ്വാബ്, അദ്ദേഹം അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങുന്ന ഒരു പ്രവാചകനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 സന്ദർഭങ്ങളിലുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിൽ അവസാനം പറഞ്ഞ മൂന്നാമത്തെ ഘട്ടം, അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുസീബത്തുകൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ 3 ടൈപ്പിലുള്ള 3 രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് നിർബന്ധമായും ആ ക്ഷമ നമുക്ക് ആവശ്യമാണ്. അതാണ് ഒന്നാമത്തെ വിഷയം എന്നുള്ളത്. അതായത് പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ വരുന്ന സന്ദർഭത്തിൽ
നമ്മളതിൽ ക്ഷമിക്കുകയും അതേപോലെ ആ ഒരു മുസീബത്ത് വന്നതിന്റെ വിഷയത്തിൽ മനസ്സിൽ ബേജാറുണ്ടാകുമെന്നുള്ളതാണ്. ഒന്നാമത്തെ വിഭാഗത്തിന്റെ ആളുകൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണം അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കും. പക്ഷേ അവരുടെ മനസ്സിൽ അതിന്റെ ഒരു സങ്കടവും ഒരു ബേജാറും ഉണ്ടാകും. പക്ഷെ ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചവർ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയിൽ ഒരിക്കലും തൃപ്തികേട് കാണിക്കുന്ന ആളുകളായിരിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകൾ, അതാണ് നിർബന്ധമായിട്ടും ഏറ്റവും അടിയിലുള്ള ആ ഒരു വിഭാഗം ആളുകൾ എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടാതെ ഇങ്ങനെയുള്ള മുസീബത്തുകളും പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിൽ ജാഹിലിയ കാലത്തെ ആളുകൾ അട്ടഹസിക്കുന്നത് പോലെ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടും അതേപോലെ വസ്ത്രങ്ങൾ കീറി വലിച്ചുകൊണ്ടും അങ്ങനെ ചെയ്യുക എന്നുള്ളത്, ക്ഷമ ഇല്ലാതെ നടക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ വശഖൽ ജുയൂബ വദഅ ബിദഅവാൽ ജാഹിലിയ. കവിളത്തടിക്കുകയും അതേപോലെ വസ്ത്രം വിരിച്ചു കീറുകയും അതേപോലെ ജാഹിലിയ കാലത്തിൽ ഇങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അട്ടഹസിച്ചു കൊണ്ട് കരയുന്ന ആളുകൾ അവർ നമ്മളിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിൽപ്പെട്ട മറ്റൊരു വിഭാഗം ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി. അതായത് നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചാലോ അവൻ സന്തോഷമാണ്, അവൻ നല്ല സമാധാനത്തിലായിരിക്കും. വഇൻ അസാബതു ഫിത്നതുൻ ഖലബ അലാ വജ്ഹിഹി ഖസറത് ദുനിയ വൽ ആഖിറ. എന്നാൽ ഒരു മുസീബത്ത് വന്നു കഴിഞ്ഞാലോ, അല്ലാഹുവിന്റെ പരീക്ഷണം വന്നു കഴിഞ്ഞാലോ, ഒരു രോഗം വന്നാലോ അല്ലെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം വന്നാലോ, അതോ അവൻ ആ ഇബാദത്തുകളൊക്കെ നിർത്തിവെച്ച് അവന് തിരിഞ്ഞു കളയുകയാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല, ഇത്രത്തോളം ഞാൻ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇബാദത്തിൽ നിന്ന് പിന്മാറുന്ന, അള്ളാഹുവിനെ മറന്നു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഖസിറത് ദുനിയ വൽ ആഖിറ, അവർ ഈ ദുനിയാവും നാളെ പരലോകവും നഷ്ടപ്പെടുത്തുക ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊരു വിഭാഗം ഇതിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഇബാദത്തുകളിലും അള്ളാഹുവിന്റെ കാര്യത്തിലും അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിലോ ബാക്ക് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ഒരു പരീക്ഷണം നൽകിയാലോ, വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ. അതായത് അങ്ങനെ പരീക്ഷണം എന്ന ഉടനെ അവനതാ കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനെ ഓർക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ആ ഒരു മുസീബത്ത് അവനിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലോ പിന്നതാ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു മുസീബത്ത് എനിക്ക് വന്നിട്ടേ ഇല്ല എന്ന നിലക്ക് അള്ളാഹുവിനെ വീണ്ടും അവന് മറന്ന് പഴയ ആ ഒരു രീതിയിലേക്ക് പോകുന്ന ആളുകൾ. ഈ രൂപത്തിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ മുസീബത്ത് പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കുകയും അങ്ങനെ ആ മനസ്സിൽ ബേജാറുണ്ടെങ്കിലും അതാണ് ഏറ്റവും ചെറിയ വിഭാഗം ആളുകൾ എന്ന് അല്ലാഹു പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ക്ഷമിക്കുന്ന വിഷയത്തിൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്നുള്ളത് അവർ ഉന്നതമായ ദർജയിലുള്ള ആളുകളാണ്, അല്ലാഹുവിന്റെ വിധിയിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന, അതേപോലെ പരീക്ഷണം വരുന്നതിന് മുമ്പും പരീക്ഷണം വന്നതിന് ശേഷവും അവർ ഒരുപോലെ മനസ്സ് നല്ല സമാധാനത്തോടുകൂടി നല്ല സംതൃപ്തിയോടുകൂടി ഉള്ള ആളുകളാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അതേപോലെ മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ആളുകളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്താണ്? പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കുകയും അതേപോലെ അള്ളാഹുവിന്റെ വിധിയിൽ സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുകയും അത് മാത്രമല്ല ആ വന്ന പരീക്ഷണത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ, നല്ല ബുദ്ധിയുള്ള വിവേകമുള്ള ഔലിയാക്കൾ, അവരിലെ ജീവിതത്തിലേക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവർ കാണുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ്. അതായത് നാളെ പരലോകത്തിലേക്കുള്ള ഏറ്റവും നല്ല അനുഗ്രഹമായിട്ടാണ് അവർ ആ ഒരു മുസീബത്തിന്, ആ ഒരു പ്രയാസത്തെ അവർ കാണുന്നത് എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, സന്താനങ്ങൾ, അധികാരം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യും. എന്നാൽ അത് നഷ്ടപ്പെട്ടാലോ, സമ്പത്ത് നഷ്ടപ്പെട്ടാലോ, സന്താനങ്ങൾ നഷ്ടപ്പെട്ടാലോ, ആരോഗ്യം നഷ്ടപ്പെട്ടാലോ അതിനെ സംബന്ധിച്ച് നാളെ ഖിയാമത്ത് നാളിൽ ചോദ്യമില്ല. മറിച്ച് അതിനെ ആ നഷ്ടപ്പെട്ട വിഷയത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അത് മാത്രമല്ല സ്വർഗ്ഗത്തിലെ ഉന്നതമായ ദർജകൾ, പദവികൾ അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്
അത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തെ ബേജാറായി കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അങ്ങനെയുള്ള ആളുകൾ അതിനെ സന്തോഷമായി, അല്ലാഹുവിന്റെ അനുഗ്രഹമായി, പരലോകത്തിനുള്ള അനുഗ്രഹമായി അതിനെ കാണുമെന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിൽ മലായികതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു അടിമയുടെ ഒരു കുഞ്ഞ് മരിച്ചു. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചു ചോദിച്ചു, ഫഖബൽതു വലദ അബ്ദി, ഇദാ എന്റെ ഈ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ മരിപ്പിച്ചല്ലോ, അതിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ? ഫയഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, നഅം, അതെ അല്ലാഹുവേ. ഫയഖൂലു ഫഖബൽതും സമറത ഫുആദിഹി, ആ വ്യക്തിയുടെ, എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ കൺകുളിർമയെ നിങ്ങൾ പിടിച്ചെടുത്തുവല്ലോ. അപ്പോൾ മലക്കുകൾ പറയും, നഅം, അതെ അല്ലാഹുവേ. ഫയഖൂലു മാദാ ഖാല അബ്ദി, അപ്പോൾ അല്ലാഹു അവരോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, ആ ഒരു സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ നിങ്ങൾ മരിപ്പിച്ച സന്ദർഭത്തിൽ ആ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആ മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാണ് ചെയ്തത്, നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അതേപോലെ ഇസ്തിർജാ നടത്തി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആ വ്യക്തി പറഞ്ഞു, റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, ഇദാ ആ എന്റെ അടിമക്ക് വേണ്ടി നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക, എന്നിട്ട് വസമ്മൂഹു ബൈത്തുൽ ഹംദ്, സ്തുതിക്കപ്പെട്ട വീട് ബൈത്തുൽ ഹംദ് എന്നുള്ള ആ ഒരു പേര് ആ വീട്ടിലേക്ക് നിങ്ങൾ വെക്കുക എന്ന്, ആ നാമകരണം ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമെന്നാണ്. കാരണം ആ വ്യക്തി ആ കുഞ്ഞ് മരിച്ച ഉടനെ അൽഹംദുലില്ലാഹ് പറയാനുള്ള കാരണം ആ വ്യക്തിക്കറിയാം, നാളെ പരലോകത്ത് ആ മരിച്ച കുഞ്ഞ് എന്നെ സ്വർഗ്ഗത്തിലേക്ക് വിളിച്ചു പോകുന്നതാണ് എന്നുള്ള ആ ഒരു കാര്യം അറിയാം. ആ ഒരു മുസീബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വലിയ പ്രതിഫലം നൽകുമെന്നുള്ള കാര്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ വ്യക്തി ആ ഒരു വലിയ മുസീബത്ത് വന്ന സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട ആ കുഞ്ഞ് മരണപ്പെട്ട സന്ദർഭത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിച്ചത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഏറ്റവും ബുദ്ധിയുള്ള നല്ല ഔലിയാക്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക, അതിനെ അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമായി കാണുകയും ചെയ്യുക, അതിന് നല്ല രൂപത്തിൽ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാനം പറഞ്ഞ ഈ ഒരു വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അത് സ്വബർ എന്നും, ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം 3 സന്ദർഭങ്ങളിൽ ആ ക്ഷമ അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ആ നിർബന്ധമായിട്ടുള്ള ക്ഷമ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ നേടിയെടുക്കുക? അതിന് നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതിലൊന്നാമത്തത് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ ഒരു ക്ഷമ ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബന അഫ്രിഖ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും നമ്മളെ മുസ്ലിമായി കൊണ്ട് നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ
മുസീബത്തുകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അത് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നമ്മൾ അല്ലാഹുവിനുള്ള ആളുകളാണ്, അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാകുന്നു. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി. അല്ലാഹുവേ, ഈ ഒരു മുസീബത്തിൽ അല്ലാഹു എനിക്ക് നീ പ്രതിഫലം നൽകണം. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ മുസീബത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഏറ്റവും ഖൈറായ മറ്റൊന്ന് നീ എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ മനസ്സിനെ സമാധാനമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ വിഷയം എന്നുള്ളത് നാം എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു ബോധം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ എന്ത് വിധിച്ചാലും അതിനെ സ്വീകരിക്കാനും അതിൽ തൃപ്തിപ്പെടുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ആ ചിന്ത. അത് മാത്രമല്ല, നമ്മളെ പഠിച്ച റബ്ബ്, ആ റബ്ബിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകാനുണ്ട്, ആ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരേണ്ടതുണ്ട്. കാരണം ഈ ലോകമല്ല ശാശ്വതമായ ലോകം, മറിച്ച് ഇത് പരീക്ഷണങ്ങളുടെ ലോകം മാത്രമാണ്. മറിച്ച് ഇതിനു ശേഷം വരുന്ന മരണാനന്തര ജീവിതമാണ് യഥാർത്ഥത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ലോകം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ അള്ളാഹുവിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോട് കൂടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ സ്വഭാവമായി പറഞ്ഞത് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ ആ സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ, പ്രയാസങ്ങൾ ബാധിച്ചാൽ, രോഗങ്ങൾ വന്നാൽ, കച്ചവടത്തിൽ നഷ്ടം വന്നാൽ, മരണം സംഭവിച്ചാൽ, അതാ അവരെന്താണ് പറയുന്നത്? ഖാലൂ, അവർ പറയും ഇന്നാ ലില്ലാഹി, തീർച്ചയായും നമ്മൾ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ അല്ലാഹുവിലേക്കാണ് നമ്മൾ മടങ്ങി പോകേണ്ടവരാണ്. അതാണ് എനിക്കുള്ള ലോകം. ആ ഒരു സ്വർഗ്ഗലോകത്തിലേക്ക്, ആ ഒരു സുഖാനുഗ്രഹങ്ങളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നുള്ള ബോധത്തിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷമയുണ്ടാകും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ അനുഗ്രഹവും അല്ലാഹുവിന്റെ കാരുണ്യവും ലഭിക്കുക. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് ശരിയായിട്ടും സന്മാർഗം സ്വീകരിച്ച ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതം എന്നുള്ളത് വെറും പരീക്ഷണങ്ങളുടെ ലോകമാണ്. എന്നാൽ പരീക്ഷണങ്ങളൊന്നുമില്ലാത്ത, ഏറ്റവും സുഖങ്ങൾ അനുഭവിക്കുന്ന, മരണമില്ലാത്ത, ശാശ്വതമായി ജീവിക്കാൻ സാധിക്കുന്ന ആ ഒരു സ്വർഗ്ഗലോകത്തിലേക്കാണ് നമുക്ക് മടങ്ങി പോകാനുള്ളത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ക്ഷമയും നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഹിക്മത്തുള്ള ഹക്കീമാണ് എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ കാരുണ്യവാനായ അള്ളാഹു ഒരിക്കലും എന്നോട് അനീതി കാണിക്കുകയില്ല, എനിക്ക് നന്മയല്ലാതെ അള്ളാഹു വിധിക്കുകയില്ല എന്നുള്ള ആ ഒരു ബോധം വരും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്താണ്, അതിലെന്തെങ്കിലും അള്ളാഹുവിന്റെ യുക്തി ഉണ്ടാകും, എനിക്ക് അങ്ങനെയുള്ള പരീക്ഷണം നൽകുന്നുണ്ടെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില രൂപങ്ങളിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാതെ അശ്രദ്ധരായി ജീവിക്കുന്ന, ഇബാദത്തുകൾ കുറച്ചുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ നൽകുന്നത്. അതേപോലെ രണ്ടാമത്തത്, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണമോ, ബേജാറോ, സങ്കടമോ, വേദനയോ, മനവിഷമമോ, അതുമാത്രമല്ല ഒരു ചെറിയൊരു മുള്ളു കാലുക്ക് ധരിച്ചാലും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം പൊറുത്തു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണം നൽകുന്നത്. അതല്ല, മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് വേണ്ടി വലിയ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവന്റെ ഇബാദത്തുകൾ കൊണ്ട് ആ ഒരു പദവിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യം, ആ ഒരു പദവിയിലേക്ക്
എത്താൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ വലിയ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഈ ദുനിയാവിൽ പല പ്രയാസങ്ങൾ കൊണ്ടും മുസീബത്തുകൾ കൊണ്ടും പരീക്ഷിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ ഒരു വലിയ പദവിയിലേക്ക് അവനെ എത്തിക്കുമെന്നുള്ളതാണ്. അതേപോലെ അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ക്ഷമ ഉണ്ടാകും. അതേപോലെ അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കുക. അപ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രയാസം അത് എത്ര ചെറുതാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം എത്ര വലുതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ ആറാമത്തെ വിഷയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അല്ലാഹുവിന് നമ്മളെ ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കും. എന്തെങ്കിലും മുസീബത്തുകൾ നൽകി അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പരീക്ഷണങ്ങളുടെ രൂപത്തിൽ ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. അങ്ങനെ ആ മഹ്ശറിൽ എത്തുമ്പോൾ പാപമില്ലാതെ ഒരു ശിക്ഷയും അനുഭവിക്കാത്ത ഒരാളായി കൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇങ്ങനെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, يود أهل العافية يوم القيامة حين يؤتى أهل البلاء الثواب. നാളെ ഖിയാമത്ത് നാളിൽ നല്ല ആഫിയത്ത് ലഭിച്ച, ഈ ദുനിയാവിൽ നല്ല ആഫിയത്തോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ഖുഷിയായി കൊണ്ട് നല്ല സന്തോഷിച്ചും ജീവിച്ച വ്യക്തി നാളെ ഖിയാമത്ത് നാളിൽ പരീക്ഷണങ്ങൾ അനുഭവിച്ച, രോഗങ്ങൾ കൊണ്ടും നഷ്ടങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ വലിയ വലിയ പ്രതിഫലങ്ങൾ, അതേപോലെ സ്വർഗ്ഗത്തിലെ വലിയ വലിയ ദറജകൾ കാണുമ്പോൾ ഈ ോടുകൂടി പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ആഗ്രഹിച്ച് നല്ല രൂപത്തിൽ ജീവിച്ച ആൾ അന്ന് ആഗ്രഹിച്ചു പോകും, ലൗ അന്ന ജുലൂദഹും കാനത് ഖുറിദത് ഫി ദുനിയ ബിൽ മഖാരീദി. അതായത് ദുനിയാവിൽ കത്തി കൊണ്ട് എന്റെ തൊലികൾ ഞാൻ മുറിച്ചിരുന്നെങ്കിൽ, അത്രയും പരീക്ഷണങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായാൽ ഈ പരീക്ഷണം അനുഭവിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രതിഫലങ്ങൾ പോലെ സ്വർഗ്ഗത്തിന്റെ ദറജകൾ എനിക്കും ലഭിക്കുമായിരുന്നല്ലോ എന്ന് ആ വ്യക്തി ചിന്തിച്ചു പോകും, ആഗ്രഹിച്ചു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾ നാളെ പരലോകത്തിലേക്കുള്ള അനുഗ്രഹങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഒരിക്കലും അനാരോഗ്യത്തിന് വേണ്ടോ അല്ലെങ്കിൽ രോഗങ്ങൾ വരാൻ വേണ്ടിയോ ഒരിക്കലും നമ്മൾ കൊതിക്കാൻ പാടില്ല. മറിച്ച് എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ ആഫിയത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കണം. ഇനി അങ്ങനെ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് നമ്മളിലേക്ക് ഒരു പ്രയാസം വരികയാണെങ്കിൽ, മുസീബത്ത് വരികയാണെങ്കിൽ, ആ സമയത്തിൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ക്ഷമിക്കുന്ന, നല്ല ക്ഷമശീലരായ ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ടും മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ نسألك العفو والعافية في الدنيا والآخرة. ربنا أفرغ علينا صبرا وتوفنا مسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب
عذاب النار وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله